മരണാനന്തര ജീവിതം ഉണ്ടോ? ഒരു വലിയ ചോദ്യം ഇന്നും എല്ലാവരുടെയും നിൽക്കുന്നു. മരിച്ചാൽ എല്ലാം അവസാനിക്കുമോ, അല്ലെങ്കിൽ മറ്റൊരു ലോകത്തിലേക്കുള്ള ഒരു വാതിലാണോ അത്? ചിലർ പറയുന്നു, അവർ ശരീരത്തിന് പുറത്തേക്ക് പോയ പോലെ തോന്നി. മതങ്ങൾ പറയുന്നത് ശാസ്ത്രത്തോട് വ്യത്യസ്തമാണ്. നമ്മൾ നഷ്ടപ്പെട്ട ആളുകൾ, അവർ ഇല്ലെങ്കിലും അവരുടെ ഓർമ്മകൾ നമ്മോടൊപ്പം ജീവിക്കുന്നു. നമസ്കാരം. സ്റ്റുഡിയോ ആസ്ട്രോയുടെ ഈ ആത്മീയ ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജ്യോതിഷ വിഷയങ്ങൾ, നക്ഷത്രഫലങ്ങൾ, ഗ്രഹനിലകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ അവതരിപ്പിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ പുതിയ വീഡിയോ അപ്ഡേറ്റുകൾ സംയോജിതമായി ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അഞ്ജന എസ് പണിക്കർ. നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ അമൂല്യമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മടിക്കേണ്ടതില്ല. കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ദയവു ചെയ്തു ലിങ്ക് ഷെയർ ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും കമന്റുകൾക്കും അഭിപ്രായങ്ങൾക്കും വളരെ അധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജോലി തിരക്കുകൾ കാരണം എല്ലാ കമന്റുകൾക്കും ഉടൻ മറുപടി നൽകാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാലും പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമല്ലോ. മറുപടിയിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടായാൽ ദയവു ചെയ്തു ക്ഷമിക്കുമല്ലോ. മരണം മനുഷ്യൻ എത്ര മുന്നോട്ടു പോയാലും മറികടക്കാൻ കഴിയാത്ത ഒരു അതിരാണ്. ഈ ലോകത്ത് ജനിച്ച ഓരോരുത്തർക്കും ഒരിക്കൽ കടക്കേണ്ട ഒരു വാതിൽ. എന്നാൽ ആ വാതിലിന് അപ്പുറം എന്താണ് ഉള്ളത് എന്ന ചോദ്യത്തിന് ഇന്നും ഉറച്ച ഒരു ഉത്തരമില്ല. മരണാനന്തര ജീവിതം ഉണ്ടോ എന്ന ചോദ്യം കേൾക്കുമ്പോൾ ചിലർക്ക് അത് ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ചിലർക്കത് ആശ്വാസം നൽകുന്ന ഒരു ചിന്തയാണ്. നമ്മൾ സ്നേഹിക്കുന്ന ആളുകളെ വീണ്ടും കാണാം എന്ന പ്രതീക്ഷ ഒരുപാട് പേർക്ക് ഈ ചോദ്യത്തെ പ്രധാനമാക്കുന്നു. ചിലർ പറയാറുണ്ട്, മരിച്ചുപോയവരെ സ്വപ്നത്തിൽ കാണാറുണ്ടെന്നു. അങ്ങനെ നിങ്ങൾക്കു അനുഭവം ഉണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. മരിച്ചുപോയവരെ സ്വപ്നത്തിൽ കാണുന്നതിനെ കുറിച്ചൊരു വീഡിയോ വേണമെങ്കിലും കമന്റ് ബോക്സിൽ പറയൂ. തീർച്ചയായും ചെയ്യുന്നതായിരിക്കും. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? നമ്മൾ ആദ്യം ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട് നോക്കാം. ശാസ്ത്രം വളരെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ശരീരത്തിലെ പ്രധാന പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി നിലയ്ക്കുന്നു. ഹൃദയം നിൽക്കുന്നു, രക്തപ്രവാഹം അവസാനിക്കുന്നു. അതിനാൽ മസ്തിഷ്കത്തിലേക്ക് ഓക്സിജൻ എത്താതെ പോകുന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മസ്തിഷ്ക കോശങ്ങൾ നശിക്കാൻ തുടങ്ങുന്നു. ഇതോടെ ബോധം, നമ്മൾ, ഞാൻ എന്ന് അനുഭവിക്കുന്ന ആ അനുഭവം അപ്രത്യക്ഷമാകുന്നു. ശാസ്ത്രം പറയുന്നത് വളരെ സരളമാണ്. ബോധം മസ്തിഷ്കത്തിന്റെ പ്രവർത്തനമാണ്. അതിനാൽ മസ്തിഷ്കം ഇല്ലെങ്കിൽ ബോധവും ഇല്ല. പക്ഷേ ഇവിടെ നിന്നാണ് പ്രശ്നം തുടങ്ങുന്നത്. കാരണം ശാസ്ത്രം ഇതുവരെ ബോധം എന്നത് എന്താണെന്ന് പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം ബ്രെയിൻ പ്രോസസ് ആണെന്ന് നമുക്ക് അറിയാം. എന്നാൽ ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്ന ആ വ്യക്തിപരമായ അനുഭവം, അതെങ്ങനെ ഉണ്ടാകുന്നു? ശാസ്ത്രം പറയുന്നത് വളരെ സരളമാണ്. ബോധം മസ്തിഷ്കത്തിന്റെ പ്രവർത്തനമാണ്. അതിനാൽ മസ്തിഷ്കം ഇല്ലെങ്കിൽ ബോധവും ഇല്ല. പക്ഷേ ഇവിടെ നിന്നാണ് പ്രശ്നം തുടങ്ങുന്നത്. കാരണം ശാസ്ത്രം ഇതുവരെ ബോധം എന്നത് എന്താണെന്ന് പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം ബ്രെയിൻ പ്രോസസ് ആണെന്ന് നമുക്ക് അറിയാം. എന്നാൽ ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്ന ആ വ്യക്തിപരമായ അനുഭവം, അതെങ്ങനെ ഉണ്ടാകുന്നു? ഉദാഹരണത്തിന്, ചിലർ പറയുന്നു, അവർ ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ തങ്ങൾ സ്വന്തം ശരീരത്തെ മുകളിലൂടെ കാണുന്നുണ്ടായിരുന്നു എന്ന്. ഡോക്ടർമാർ എന്താണ് സംസാരിക്കുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നതെല്ലാം അവർ പിന്നീട് കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. ചിലർ പറയുന്നത്, ഒരു നീണ്ട ഇരുണ്ട ടണലിലൂടെ അവർ നീങ്ങുകയായിരുന്നു. അതിന്റെ അറ്റത്ത് ഒരു അത്യന്തം പ്രകാശമുള്ള വെളിച്ചം കണ്ടു. ആ വെളിച്ചത്തിനടുത്ത് എത്തിയപ്പോൾ ഒരു അതീവ സമാധാനം, ഭയം ഇല്ലാത്ത ഒരു അവസ്ഥ, ഒരു ഹോം ഫീലിംഗ് അവർ അനുഭവിച്ചു. ഇവയിൽ ഏറ്റവും പ്രശസ്തമായ കേസുകളിൽ ഒന്നാണ് ഡോക്ടർ എബിൻ അലക്സാണ്ടർ എന്ന ന്യൂറോസർജന്റെ അനുഭവം. അദ്ദേഹം ഒരു ഗുരുതരമായ മസ്തിഷ്ക രോഗം കാരണം കോമയിൽ ആയിരുന്നു. സാധാരണയായി അത്തരമൊരു അവസ്ഥയിൽ ബ്രെയിൻ ആക്ടിവിറ്റി വളരെ കുറവായിരിക്കണം. എന്നാൽ അദ്ദേഹം പിന്നീട് പറഞ്ഞത്, ആ സമയത്ത് താൻ ഒരു ഹെവൻ ലൈക്ക് റിയളം അനുഭവിച്ചു എന്നാണ്. നിറങ്ങളാൽ നിറഞ്ഞ ഒരു ലോകം, സംഗീതം, സമാധാനം, ഒപ്പം ഒരു ദിവ്യമായ സാന്നിധ്യം. ശാസ്ത്രപരമായി നോക്കുമ്പോൾ
ഇത് അസാധ്യമായതായി തോന്നുന്നു. കാരണം മസ്തിഷ്കം പ്രവർത്തനരഹിതമായിരിക്കുമ്പോൾ ഇത്തരമൊരു വ്യക്തമായ അനുഭവം എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദ്യം ഉയരും. പക്ഷേ സംശയത്തോടെ നോക്കുന്നവർ ഇതിനെ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് ഇങ്ങനെയാണ്: മസ്തിഷ്കം പൂർണ്ണമായി നിശ്ചലമായിരുന്നില്ല, വളരെ ചെറിയ പ്രവർത്തനം ഉണ്ടായിരിക്കാം. അതാണ് ഇത്തരം അനുഭവങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുന്നത്. കൂടാതെ ഓക്സിജൻ കുറയുമ്പോൾ മസ്തിഷ്കം ഭ്രമദൃശ്യങ്ങൾ സൃഷ്ടിക്കുന്നത് സാധാരണമാണ്. ചില മരുന്നുകൾ, മാനസിക സമ്മർദ്ദം, ഭയാനകമായ സംഭവങ്ങൾ എന്നിവയും ഇത്തരം അനുഭവങ്ങൾക്ക് കാരണമാകാം. അതിനാൽ ഇത് ആത്മാവിന്റെ തെളിവല്ല, മറിച്ച് മസ്തിഷ്കത്തിന്റെ അവസാനത്തെ ജീവൻ രക്ഷിക്കാനുള്ള പ്രതികരണം മാത്രമാണ് എന്നാണ് അവരുടെ വാദം. ഇപ്പോൾ നമുക്ക് മതങ്ങളുടെ കാഴ്ചപ്പാട് നോക്കാം. ശാസ്ത്രം പറയുന്നതുപോലെ എല്ലാം അവസാനിക്കുന്നു എന്ന ആശയം പലർക്കും എളുപ്പത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. അതിനാലാണ് മതങ്ങൾ മനുഷ്യർക്കു മറ്റൊരു വിശദീകരണം നൽകുന്നത്. ഹിന്ദുമതത്തിൽ ആത്മാവ് അമരമാണെന്ന് പറയുന്നു. ശരീരം മാറുന്നു, പക്ഷേ ആത്മാവ് നിലനിൽക്കുന്നു. ഭഗവത്ഗീതയിൽ പറയുന്ന ഒരു വാചകം വളരെ പ്രശസ്തമാണ്: വസ്ത്രങ്ങൾ മാറ്റുന്നതുപോലെ ആത്മാവ് ശരീരങ്ങൾ മാറ്റുന്നു. ഇതിന്റെ അർത്ഥം മരണം ഒരു അവസാനമല്ല, മറിച്ച് ഒരു മാറ്റമാണ്. പുനർജന്മം എന്ന ആശയം ഇവിടെ വളരെ പ്രധാനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പല സംഭവങ്ങളും പറയപ്പെടുന്നു. ഇന്ത്യയിൽ ശാന്തി ദേവി എന്ന പെൺകുട്ടിയുടെ സംഭവം വളരെ പ്രസിദ്ധമാണ്. അവൾ ചെറുപ്പത്തിൽ തന്നെ തന്റെ മുൻജന്മത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞിരുന്നു. അവൾ പറഞ്ഞ സ്ഥലങ്ങൾ, ആളുകൾ, സംഭവങ്ങൾ എന്നിവ പിന്നീട് പരിശോധിച്ചപ്പോൾ പലതും ശരിയാണെന്ന് ചിലർ പറയുന്നു. ഇത്തരം സംഭവങ്ങൾ ചിലർക്കു പുനർജന്മത്തിൽ വിശ്വാസം കൂടുതൽ ശക്തമാക്കുന്നു. എന്നാൽ വിമർശകർ പറയുന്നത് ഇത് യാദൃശ്ചികതയായിരിക്കാം, അല്ലെങ്കിൽ കുട്ടി ഏതെങ്കിലും രീതിയിൽ ആ വിവരങ്ങൾ മുമ്പേ അറിഞ്ഞിരിക്കാം എന്നതാണ്. ക്രിസ്തുമതത്തിൽ മനുഷ്യന് ഒരിക്കൽ മാത്രമാണ് ജീവിക്കാൻ അവസരം ലഭിക്കുന്നത്. അതിനുശേഷം ദൈവത്തിന്റെ വിധിയാണെന്ന് പറയുന്നു. നല്ല ജീവിതം നയിച്ചവർക്ക് സ്വർഗം, അല്ലാത്തവർക്ക് നരകം. ഇവിടെ ഒരു വലിയ ചർച്ച ഉണ്ട്: ഈ സ്വർഗവും നരകവും യഥാർത്ഥ സ്ഥലങ്ങളാണോ, അല്ലെങ്കിൽ ഒരു പ്രതീകാത്മക ആശയമാണോ? ചില മതപണ്ഡിതർ പറയുന്നത് അത് ഒരു ആത്മീയ അവസ്ഥയാണ്, ഭൗതിക സ്ഥലം അല്ല. എന്നാൽ ചിലർ അതിനെ യഥാർത്ഥ സ്ഥലമായി തന്നെ വിശ്വസിക്കുന്നു. ഇപ്പോൾ തത്വചിന്തയിലേക്ക് വരാം. ചില തത്വചിന്തകർ പറയുന്നത് മരണം ഒരു ആഴത്തിലുള്ള ഉറക്കത്തിനെപ്പോലെയാണ്, സ്വപ്നമില്ലാത്ത, ബോധമില്ലാത്ത ഒരു അവസ്ഥ. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവമുണ്ടായിരുന്നോ? ഇല്ല, അതുപോലെ തന്നെയായിരിക്കും മരണം കഴിഞ്ഞും എന്ന് അവർ പറയുന്നു. എന്നാൽ മറ്റു ചിലർ അതിന് എതിർക്കുന്നു. അവർ പറയുന്നത് ബോധം തന്നെ ഈ ബ്രഹ്മാണ്ഡത്തിന്റെ അടിസ്ഥാനമാണെന്നാണ്. ശരീരം ഇല്ലാതായാലും ബോധം ഇല്ലാതാകില്ല എന്നതാണ് അവരുടെ വാദം. ഇവിടെ സിമുലേഷൻ സിദ്ധാന്തം പോലുള്ള ആശയങ്ങളും എത്തുന്നു. നാം ഒരു ഉയർന്ന സാങ്കേതിക സംവിധാനത്തിൽ സൃഷ്ടിച്ച ലോകത്തിലാണ് ജീവിക്കുന്നത് എങ്കിൽ മരണം ഒരു പുറത്തുകടക്കൽ മാത്രമായിരിക്കാം. ഇത് ശാസ്ത്രകൽപ്പന പോലെ തോന്നിയാലും ചില പ്രശസ്ത ശാസ്ത്രജ്ഞരും തത്വചിന്തകരും ഇതിനെ ഗൗരവമായി ചർച്ച ചെയ്യുന്നു. ഇവയെല്ലാം കേട്ട ശേഷം നാം ഒരു കാര്യത്തിൽ എത്തിച്ചേരുന്നു: ഉറപ്പായ ഒരു ഉത്തരമില്ല. ഓരോ കാഴ്ചപ്പാടിനും അവരുടെ വാദങ്ങളും പരിമിതികളും ഉണ്ട്. എന്നാൽ മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായത് തർക്കശേഷി മാത്രം അല്ല, വികാരങ്ങളുമാണ്. നമ്മൾ സ്നേഹിച്ച ഒരാൾ മരിക്കുമ്പോൾ അവർ എവിടെയെങ്കിലും ഇപ്പോഴും ഉണ്ടാകണം എന്നൊരു ആശ്വാസം നമ്മൾ തേടുന്നു. അത് മതത്തിലൂടെ ആകാം, ആത്മീയതയിലൂടെ ആകാം, അല്ലെങ്കിൽ ഓർമ്മകളിലൂടെ ആകാം. ഒരു അമ്മ മരിച്ചാലും അവളുടെ സ്നേഹം കുട്ടിയുടെ ജീവിതത്തിൽ തുടരുന്നു. ഒരു അച്ഛൻ ഇല്ലാതായാലും അവന്റെ ഉപദേശങ്ങൾ നമ്മെ വഴികാട്ടുന്നു. ഒരു സുഹൃത്ത് ഇല്ലാതായാലും അവനൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ നമ്മെ ചിരിപ്പിക്കുന്നു. ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ മരണാനന്തര ജീവിതം എന്നത് ഒരുപക്ഷേ ഒരു ഭൗതിക യാഥാർത്ഥ്യം അല്ല, മറിച്ച് ഒരു വികാരപരമായ തുടർച്ചയായിരിക്കാം. അവസാനം നമ്മൾ സമ്മതിക്കേണ്ട ഒരു സത്യം ഉണ്ട്: മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നത് ഇന്നും ഒരു രഹസ്യമാണ്. ഒരുപക്ഷേ അത് നമ്മൾ ഒരിക്കലും പൂർണ്ണമായി അറിയില്ല. പക്ഷേ അതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്: നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, നമ്മൾ നൽകുന്ന സ്നേഹം, നമ്മൾ സൃഷ്ടിക്കുന്ന ഓർമ്മകൾ, ഇവയാണ് നമ്മുടേതായ യഥാർത്ഥ പൈതൃകം. അതുകൊണ്ട് മരണത്തെ ഭയപ്പെടുന്നതിന് പകരം ജീവിതത്തെ അർത്ഥവത്താക്കുക. കാരണം മരണത്തിന് ശേഷം എന്താണ് എന്നത് അനിശ്ചിതമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നത് നമ്മുടെ കൈകളിലാണ്. ഞാൻ ഇതുവരെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മരണാനന്തര ജീവിതം ഉണ്ടോ എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്.
ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, നിങ്ങളുടെ പേരും നാളും കമന്റായി താഴെ ഇടാവുന്നതാണ്. അത് കുറിച്ചെടുത്തു ഞങ്ങളുടെ തറവാട്ട് ക്ഷേത്രത്തിൽ ദിവസം നടന്നുവരുന്ന പൂജകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും പങ്കുവയ്ക്കാൻ ദയവായി മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ഇറ്റ്സ് മീ, അഞ്ജന എസ് പണിക്കർ, സൈനിങ് ഓഫ്.